ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 70-ാമത്തെ ശ്ലോകം നോക്കാം. ഭക്തിരുവാച ഭവദ്ഭിരദ്യൈവ കൃതാസ്മി പുഷ്ടാ കലിപ്രണഷ്ടാപി കഥാരസേന ക്വാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തോ ബ്രാഹ്മ്യ ഇദം താം ഗിരമൂചിരേത്തേ. സനൽകുമാരാദി മഹർഷിമാർ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ടിട്ട് അല്ലേ, തനിക്ക് വേണ്ടി സംസാരിച്ചത് അവിടെ ഭക്തിദേവി ഒന്നും മറുപടി പറയേണ്ടി വന്നില്ല. പകരം ഭക്തിദേവിക്ക് വേണ്ടി സംസാരിച്ചത് സനൽകുമാരാദി മഹർഷിമാരാണ്. ആ സനൽകുമാരാദി മഹർഷിമാരെ നന്നായി ഒന്ന് നമസ്കരിച്ചിട്ട് ഭക്തിദേവിത അതിനുള്ള മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. ഭക്തിരുവാച, ഭക്തിദേവി പറഞ്ഞു, ഭവദ്ഭിരദ്യൈവ, ഭവദ്ഭിഹി അദ്യ ഏവ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഭവദ്ഭിരദ്യൈവ. ഭവദ്ഭി എന്ന് പറഞ്ഞാൽ നിങ്ങളാൽ, അദ്യ ഇപ്പോൾ, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ, നിങ്ങളാൽ ഇപ്പോൾ തന്നെ, കൃതാസ്മി പുഷ്ട, കൃത അസ്മി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കൃതാസ്മി. പറഞ്ഞാൽ കൃത എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കുന്നു, അസ്മി എന്നെ ചെയ്തിരിക്കുന്നു, എന്താ, പുഷ്ട, പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളാൽ ഇപ്പോൾ തന്നെ എന്നെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്നു. കലിപ്രണഷ്ടാപി കഥാരസേന, കലിപ്രണഷ്ട അപി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് കലിപ്രണഷ്ടാപി. ഈ കലിയാൽ, പ്രണഷ്ട എന്ന് പറഞ്ഞാൽ നശിക്കുക, ഞാൻ തീർത്തും തന്നെ നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും, അപ്പി എന്ന് പറഞ്ഞാൽ എങ്കിലും, കഥാരസേന, ഈ ഭാഗവത കഥയുടെ രസത്താൽ, ക്വാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തോ, ക്വാഹം, ക്വ അഹമാണ്, ക്വാഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, ക്വാ എന്ന് പറഞ്ഞാൽ എവിടെ. അപ്പോൾ എവിടെയാണ് ഞാൻ, തു ഞാനാകട്ടെ, ഞാൻ ഇപ്പോൾ എവിടെയാണ്, തിഷ്ഠാമ്യധുന ബ്രുവന്തോ, തിഷ്ഠാമി അധുന, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് തിഷ്ഠാമ്യധുന. തിഷ്ഠാമി എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഇരിക്കേണ്ടത്. അധുന ഇപ്പോൾ, ഞാനിപ്പോൾ എവിടെയാണ് ഇരിക്കേണ്ടത്. ബ്രുവന്തു പറഞ്ഞു തന്നാലും. ബ്രാഹ്മ്യ ഇദം താം ഗിരമൂചിരേത്തേ, ബ്രാഹ്മ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ പുത്രന്മാര്. ഇദം താം ഗിരമൂചിരേത്തേ, ഇദം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഗിരമൂചിരേ, ഗിരം ഊചിരേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ഗിരമൂചിരേ. ഗിരം എന്ന് പറഞ്ഞാൽ വാക്കുകൾ, ഊചിരേ പറഞ്ഞു. താം എന്ന് പറഞ്ഞാൽ ഇവിടെ അവളോട് അഥവാ ഭക്തിദേവിയോട് പറഞ്ഞു എന്നാണ്. തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ ഈ സനൽകുമാരാദിമാരുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഭക്തിദേവി എന്താ പറഞ്ഞത്? നിങ്ങളാണ് എന്നെ ഇങ്ങനെ ഇവിടെ എത്തിച്ചത്. കാരണം എന്താ, ഈ ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ ഞാൻ അതീവ താല്പര്യമാണ്. അത് എവിടെ പറഞ്ഞാലും എനിക്ക് അവിടെ എത്തിച്ചേരാതെ ഇരിക്കാൻ കഴിയില്ല. ഞാനും എൻ്റെ പുത്രന്മാരും അവിടെ എത്തിച്ചേരും. അപ്പോൾ എത്തിച്ചേരണമെങ്കിലാകട്ടെ ഈ എൻ്റെ പുത്രന്മാരുടെ ക്ഷീണിതമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് വരിക സാധ്യമായിരുന്നില്ല. പക്ഷേ ഈ ഭഗവത് കഥകൾ കേട്ടപ്പോൾ, ഭാഗവത കഥകൾ കേട്ടപ്പോൾ അറിയാതെ ഞങ്ങൾക്കൊക്കെ ആ ഒരു ഊർജം, ആ ഒരു ഓജസ് കൈവന്നിരിക്കുന്നു, യുവത്വം കൈവന്നിരിക്കുന്നു എൻ്റെ പുത്രന്മാർക്ക്. അങ്ങനെ നിങ്ങളാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്, ഞങ്ങളെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തിയത്. അതുകൊണ്ട് അല്ലയോ
ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെ, കാരണം എല്ലാ സൃഷ്ടിയും ബ്രഹ്മാവിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലയോ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെ, പറഞ്ഞു തന്നാലും ഞങ്ങൾ എവിടെയാണ് ഇരിക്കേണ്ടത്? ആ ചോദ്യം കേട്ടപ്പോൾ ഇവിടെ ഒരു ഭക്തിദേവി ഒരു ചോദ്യമായിട്ടാണ് സനൽകുമാരാദി മഹർഷിമാരുടെ വാക്കുകൾക്കുള്ള ഉത്തരം എന്നോണം പറഞ്ഞത്. അപ്പോൾ അത് കേട്ടിട്ട് ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ ഇങ്ങനെ പറഞ്ഞു. ആരോട്? ആ ഭക്തിദേവിയോട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. അപ്പോൾ 70-ാമത്തെ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭവദ്ഭിരദ്യൈവ കൃതാസ്മി പുഷ്ടാ കലിപ്രണഷ്ടാപി കഥാരസേന ക്വാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തു ബ്രാഹ്മ്യ ഇദം താം ഗിരമൂചിരേ തേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ വരിയിൽ ഭവദ്ഭിരദ്യൈവ, അവിടെ അദ്യ ഏവ ആണ്, അതുകൊണ്ട് രായ്ക്ക് അകാരം കൊടുത്തു വായിക്കുക. പിന്നെ അടുത്തത് തിഷ്ഠാമ്യധുന, അവിടെ മ്യ എന്നുള്ള അക്ഷരത്തിന് തിഷ്ഠാമി അധുന ആയതുകൊണ്ട് അകാരം കൊടുത്തു വായിക്കുക. തിഷ്ഠാമ്യധുന. പിന്നെ ഗിരമൂചിരേ, ഗിരം ഊചിരേ, ഇത് ഇത്രയൊക്കെയുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇവിടെ നോക്കൂ, ഭക്തിദേവി ഒരിക്കലും തൻ്റെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കേമത്തം കൊണ്ടാണ് താനിവിടെ എത്തിച്ചേർന്നത്. തനിക്ക് ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരാനുള്ള തൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ തൻ്റെ കേമത്തം കൊണ്ടാണ് തൻ്റെ പുത്രന്മാർക്കും ഇങ്ങനെ ഒരു പുഷ്ടി വന്നതെന്നല്ല പറഞ്ഞത്. മറിച്ച് തങ്ങളിലേക്ക് വന്ന എല്ലാ നന്മകളുടെയും ആ ഒരു ക്രെഡിറ്റ്, ആ ഒരു അവകാശം സജ്ജനങ്ങളായ ആ മഹർഷിമാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണം. ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന നന്മകളുടെ ഒന്നും തന്നെയും അവരാണ് അതിനുള്ള കാരണം എന്ന് പറയില്ല. നല്ലതൊക്കെയും സജ്ജനങ്ങളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ടാണ്, പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് എന്നേ അവർ പറയൂ. ഇവിടെ ഭക്തിദേവിയും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ കാരണമാണ്, നിങ്ങളാണ് ഞങ്ങളെ പുഷ്ടിപ്പെടുത്തിയത്. ഇനി 71-ാമത്തെ ശ്ലോകം നോക്കാം. ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർത്രേ പ്രേമൈകധർത്രേ ഭവരോഗഹന്ത്രേ സാത്വം ച തിഷ്ഠസ്വ സുധൈര്യ സംശ്രയാ നിരന്തരം വൈഷ്ണവമാനസാനി. ഇനി ഇതിനുള്ള മറുപടിയായിട്ട് മഹർഷിമാരെന്താണ് പറഞ്ഞത് എന്നാണ് പറയുന്നത്. ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർത്രേ, ഭക്തന്മാരിൽ ഗോവിന്ദ സ്വരൂപകർത്രേ. ഈ ഗോവിന്ദൻ്റെ ആ സ്വരൂപത്തെ കർത്തൃ ധരിക്കുന്നവളും. കാരണം ഭക്തിയും ഭഗവാനും രണ്ടല്ല. ഭഗവാൻ ഉള്ളിടത്തെ ഭക്തിയുള്ളൂ. ഭക്തിയില്ലെങ്കിൽ ഭഗവാനെ അറിയുക അസാധ്യവുമാണ്. അപ്പോൾ ഭഗവാന്റെ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നവളാണ് ഭക്തിദേവി. നോക്കൂ, എത്ര ഭംഗിയായിട്ടുള്ള പദപ്രയോഗമാണ് ഇവിടെ ആ മഹർഷിമാർ പറഞ്ഞത്. തങ്ങൾ മുനിമാരായിട്ട് പോലും തങ്ങളെക്കാൾ കേമത്വം കൂടുതലാണ്, മഹത്വം കൂടുതലാണ് ഭക്തിക്ക്. അതുകൊണ്ട് എന്താ പറഞ്ഞത്, ആ ഭഗവാന്റെ സ്വരൂപത്തെ ധരിച്ചവളാണ് നീയ. അങ്ങനെയുള്ള ഭക്തന്മാരിൽ, ഇവിടെ തൻ്റെ ഭക്തന്മാരിൽ, ഭഗവാന്റെ ഭക്തന്മാരിൽ ഭഗവാന്റെ സ്വരൂപം തന്നെയായി വർത്തിക്കുന്നത് ഭക്തിദേവിയാണ് എന്ന് പറഞ്ഞാൽ, ആ ഓരോ ഭക്തൻ്റെയും ഭക്തി എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാൻ. കാരണം സർവവ്യാപിയായിട്ടുള്ള, കണ്ണുകളുടെ പരിമിതിക്ക് ഉള്ളിൽ നിൽക്കാത്തതായിട്ടുള്ള ഒന്നിനെ, സർവ്വയിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഒന്നിനെ നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല ഭഗവാൻ എന്ന സത്യം. നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് അറിയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ നിൽക്കുന്നതല്ല ഭഗവാൻ എന്ന സത്യം. എന്നാലോ ആ അനന്തമായ ഒന്നിനെ ഓരോരുത്തർക്കും അനുഭവവേദ്യമാകുന്നത് ഭക്തിയിലൂടെയാണ്. അപ്പോൾ ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ, എല്ലാ ഭക്തരിലും ആ ഭഗവാനെ അനുഭവിക്കാൻ കഴിയുന്നത് ഭക്തിയിലൂടെയാണ്. അഥവാ
ഭഗവാന്റെ സ്വരൂപമായി വർത്തിക്കുന്നവളാണ് ഭക്തിദേവി. അങ്ങനെയുള്ളവളും പ്രേമൈകകർത്തൃ ഭവരോഗഹന്ത്രി, പ്രേമൈകകർത്തൃ, പ്രേമഭക്തിയെ ഉണ്ടാക്കുന്നവളും ഭവരോഗഹന്ത്രി, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ഈ സംസാരസാഗരത്തിലെ രോഗങ്ങളെയൊക്കെയും ഹരിക്കുന്നവളുമാണ്. ഹന്ത്രി, ഹരിക്കുന്നവളുമാണ്, ഇല്ലാതെയാക്കുന്നവളുമായിട്ടുള്ള സാത്വം ച തിഷ്ഠസ്വ സാ, അല്ലയോ ദേവി അവിടുന്ന്, ത്വം അവിടുന്ന്, ഭക്തിദേവി അവിടുന്ന്, തിഷ്ഠസ്വ സുധൈര്യ സംശ്രയ, തിഷ്ഠസ്വ വസിച്ചാലും ഇരുന്നാലും, സുധൈര്യ സംശ്രയ, എങ്ങനെ ധൈര്യത്തെ ആശ്രയിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇരുന്നോളൂ ദേവി അവിടുന്ന്. നിരന്തരം വൈഷ്ണവമാനസാനെ, നിരന്തരം എപ്പോഴും വൈഷ്ണവമാനസാനെ, വിഷ്ണു ഭക്തന്മാരുടെ മനസ്സുകളിൽ അവിടുന്ന് എപ്പോഴും ഇരുന്നാലും. നോക്കൂ എന്താ ഭക്തിദേവിയോട് പറഞ്ഞത്. എത്ര മനോഹരമായൊരു മറുപടിയാണ് ആ ബ്രഹ്മപുത്രന്മാർ, ആ മഹർഷിമാർ കൊടുത്തത്. എന്താ പറഞ്ഞത്? ഭക്തന്മാരിൽ ഭഗവാന്റെ സ്വരൂപമായി വർത്തിക്കുന്നവളാണ്, ആ സ്വരൂപത്തെ എടുത്ത് ധരിച്ചവളാണ് അല്ലയോ ഭക്തിദേവി അവിടുന്ന്. പിന്നെയോ പ്രേമസ്വരൂപിയായിട്ടുള്ള ആ പ്രേമഭക്തിയെ, പ്രേമസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്നവളായതുകൊണ്ട് തന്നെ ആ പ്രേമഭക്തിയെ ഉണ്ടാക്കുന്നവളാണ്. ഈ സംസാര സാഗരത്തിലെ എല്ലാ രോഗങ്ങളെയും ഹരിക്കുന്നവളാണ്. അങ്ങനെയുള്ള ദേവി അവിടുന്ന് ഒട്ടും ശങ്കിക്കേണ്ട. അവിടത്തേക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമെന്ന് ചോദിച്ചാൽ എല്ലാ വൈഷ്ണവന്മാരുടെയും എല്ലാ വിഷ്ണു ഭക്തരുടെയും മനസ്സുകളിൽ അവിടുന്ന് കുടിയിരുന്നാലും വസിച്ചാലും അവിടത്തേക്കുള്ള ഇരിപ്പിടം അവിടെയാണ്. അവിടെ ഭക്തിദേവിക്ക് മാത്രമല്ല, നമ്മൾ കണ്ടു, ഭക്തിദേവിയോടൊപ്പം എപ്പോഴും ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാർ. അപ്പോൾ ഭക്തിയെ ഉള്ളിൽ നിറച്ചു കഴിഞ്ഞാൽ ജ്ഞാനവും വൈരാഗ്യവും താനെ കൂടെ തന്നെ കുടിയിരിക്കും. അതിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ഉള്ളിൽ വേണ്ടത് ഭഗവാനോടുള്ള ആ പ്രേമസ്വരൂപനോടുള്ള അകമഴിഞ്ഞ ഭക്തിയാവണം. ആ ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ നേടാനും അതേപോലെ തന്നെ ആ സുന്ദരസ്വരൂപനായിട്ടുള്ള പ്രേമസ്വരൂപനായിട്ടുള്ള ആ ഗോപസ്ത്രീകളുടെ, യശോദാമയുടെ, ദേവകീദേവിയുടെ പ്രിയപ്പെട്ടവനായി മാറിയ ആ ഭഗവാനെ ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കുടിയിരിക്കുവാനാണ് ആ ബ്രഹ്മപുത്രന്മാർ ഭക്തിദേവിയോട് പറഞ്ഞത്. ഹരേ കൃഷ്ണ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർത്തൃ പ്രേമൈകധർത്തൃ ഭവരോഗഹന്ത്രി സാത്വം ച തിഷ്ഠസ്വ സുധൈര്യ സംശ്രയ നിരന്തരം വൈഷ്ണവമാനസാനി. ഇവിടെ ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോവിന്ദ സ്വരൂപകർത്തൃ, അവിടെ കർത്തൃ അത് വായിക്കുമ്പോൾ തെറ്റരുത്, ശ്രദ്ധിക്കുക. അതുപോലെയാണ് പ്രേമൈകധർത്തൃ അവിടെയൊക്കെ. പിന്നെ അടുത്തത് ബാക്കിയുള്ളത് എളുപ്പമുള്ളതാണ്. ഇനി അടുത്ത നമുക്ക് 72ാമത്തെ ശ്ലോകം നോക്കാം. തതോപി ദോഷാഃ കലിജാ ഇമേ ത്വാം ദ്രഷ്ടും ന ശക്താഃ പ്രഭവോപി ലോകേ ഏവം തദാജ്ഞാവസരേപി ഭക്തി തദാ നിഷണ്ണാ ഹരിദാസ ചിത്തേ. ഇവിടെ ആദ്യത്തെ വാക്കിൽ ചിലപ്പോൾ ചെറിയ പാഠഭേദങ്ങൾ കാണാം. അതോപി എന്നും തതോപി എന്നും കാണാം. രണ്ടായാലും ശരിയാണ്. അതഹ അപി അല്ലെങ്കിൽ തതഹ അപി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അപി എന്ന് പറഞ്ഞാൽ എങ്കിലും, ദോഷങ്ങൾ, കലിജ ഈ കലികാലത്തിൽ ഉണ്ടാകാവുന്ന, കലിയിൽ ജനിക്കുന്നതായിട്ടുള്ള ദോഷങ്ങൾ, ഇമേ ത്വാം, ഇമേ എന്ന് പറഞ്ഞാൽ ഈ, ത്വാം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്തിദേവിയെ, ദ്രഷ്ടും ന ശക്താഹ, ദ്രഷ്ടും നോക്കുക, ഒന്ന് നോക്കാൻ പോലും, ന ശക്താഹ അവർക്ക് ശക്തി ഉണ്ടാകില്ല ഈ കലികാലത്തിൻ്റെതായ ദോഷങ്ങൾക്ക്. ഭക്തിദേവി അല്ലയോ ഭക്തിദേവി അവിടുത്തെ ഒന്ന്
നോക്കുവാൻ പോലും ശക്തി ഉണ്ടാവുകയില്ല. പ്രഭവോപി ലോകേ, പ്രഭവ അപിയാണ് പ്രഭവോപി. പ്രഭവ എന്ന് പറഞ്ഞാൽ പ്രഭവമുള്ളവളെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ കലികാലത്തിലെ ദോഷങ്ങളൊക്കെയും ശക്തരായിട്ടുള്ള ദോഷങ്ങൾ തന്നെയാണ്. അവയ്ക്കൊക്കെ അവയുടേതായ ശക്തി ഉണ്ടെങ്കിൽ പോലും അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ഒന്ന് നോക്കുവാൻ പോലും ഈ കലിദോഷങ്ങൾക്ക് ആവില്ല. അങ്ങനെ ഉള്ള ഈ ലോകത്തിൽ ഏവം തദാജ്ഞാവസരേപി ഭക്തി, ഏവം എന്ന് പറഞ്ഞാൽ പ്രകാരം, തദാജ്ഞാവസരേപി, തത് ആജ്ഞ അവസരേ അപി, ഇങ്ങനെ 4 വാക്കുകൾ ചേരുന്നതാണ് തദാജ്ഞാവസരേപി. തത് എന്ന് പറഞ്ഞാൽ ആ ആജ്ഞ, ആ സനൽകുമാരാദി മഹർഷിമാരുടെ ആജ്ഞ, അതായത് ആ സനൽകുമാരാദി മഹർഷിമാരുടെ ആ ഒരു കൽപ്പന, അവസരേപി, ആ കിട്ടിയ ആ ക്ഷണം തന്നെ, ആ അവസരത്തിൽ തന്നെ ഒട്ടും താമസിക്കാതെ ഭക്തിദേവി തഥാ നിഷണ്ണ ഹരിദാസചിത്തെ, തഥാ എന്ന് പറഞ്ഞാൽ അപ്പോൾ, നിഷണ്ണ ഹരിദാസചിത്തെ, നിഷണ്ണ എന്ന് പറഞ്ഞാൽ കയറി അങ്ങോട്ട് ഇരുന്നു. എവിടെ? ഹരിദാസചിത്തെ, ഭഗവാന്റെ ഭക്തന്മാരുടെ, ഭഗവാന്റെ ദാസന്മാരുടെ ചിത്തത്തിൽ അപ്പോൾ തന്നെ ഭക്തിദേവി കയറി കുടിയിരുന്നു, വസിച്ചു, ഉറപ്പിച്ചു അങ്ങോട്ട് ഭക്തിദേവി. അപ്പോൾ ഭക്തിദേവിക്ക് എവിടെയാണ് ഇരിക്കേണ്ടത് എന്നൊരു ചോദ്യം ആ സനകാദി മഹർഷിമാരോട് ചോദിച്ചപ്പോൾ സനകാദി മഹർഷിമാർ കൊടുത്ത ഉത്തരം എത്ര സുന്ദരമായിട്ടുള്ളതാണല്ലേ. എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവത് ദാസരുടെ, ഭഗവത് ഭക്തരുടെ ചിത്തത്തിൽ അവിടുന്ന് കയറി കുടിയിരുന്നോളൂ. കാരണം അല്ലയോ ഭക്തിദേവി, ഈ കലികാലത്തിൽ ഈ കലിദോഷങ്ങളൊക്കെ വളരെ പ്രഭാവമുള്ളവയാണ്, വളരെ ശക്തിയുള്ളവയാണ്. എന്നിരുന്നാൽ പോലും അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ഒന്ന് നോക്കുവാൻ പോലും ഈ കലിദോഷങ്ങൾക്കാവില്ല, അവയ്ക്ക് ശക്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അവിടുത്തെ ഈ പ്രഭാവം, ഈ ഭക്തിദേവിയുടെ ഈ പ്രഭാവം കൊണ്ട് തന്നെ അവിടുന്ന് കുടിയിരിക്കേണ്ടത് ആ ഹരിദാസന്മാരുടെ ചിത്തത്തിലാണ്. അവിടുന്ന് കുടിയിരുന്നോളൂ. അങ്ങനെയുള്ളവരുടെ ചിത്തത്തിൽ മറ്റ് കലിദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. അവിടെ അല്ലയോ ഭക്തിദേവി, അവിടുന്ന് ഈ ഹരിദാസന്മാർക്ക് ശക്തിയായിക്കൊണ്ട് കലിദോഷങ്ങൾ പോലും ബാധിക്കാൻ ഭയന്ന് മാറി നിൽക്കുന്ന ഭക്തിദേവി, അവിടുത്തെ ശക്തി കൊണ്ട് ഹരിദാസന്മാർ സദാ ഭഗവത് ഉപാസനത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. അവരുടെ ഉള്ളിൽ മറ്റരുതാത്ത യാതൊരു ദോഷങ്ങളും വന്നു പെടുകയില്ല അവരുടെ ചിത്തത്തിൽ. കാരണം അവിടെ കുടിയിരിക്കുന്ന ഭക്തിദേവിയെ ഒന്ന് നോക്കുവാൻ പോലും കലിദോഷങ്ങൾ ശക്തരല്ല. അതുകൊണ്ട് അല്ലയോ ഭക്തിദേവി, അവിടുന്ന് അങ്ങനെയുള്ള ചിത്തങ്ങളിൽ കുടിയിരുന്നാലും. നമുക്ക് ഇതുപോലെയൊരു ശ്ലോകം നമുക്ക് രാമായണത്തിലും കാണാം. ഒരിക്കൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവിടെ അഗസ്ത്യ മഹർഷിയോടാണെന്നാണ് എൻ്റെ ഓർമ്മ, ചോദിക്കുന്നുണ്ട്, എനിക്കിരിക്കാൻ ഒരിടം അവിടുന്ന് തരണമെന്ന് പറയുമ്പോൾ മഹർഷി തിരിഞ്ഞു നിന്ന് പറയുന്ന ഒരു ഉത്തരമുണ്ട്. അതായത് ശ്രീരാമചന്ദ്ര ഭഗവാനും ലക്ഷ്മണകുമാരനും സീതാദേവിക്കും വസിക്കുവാൻ ഏതെങ്കിലും ഒരു ഉത്തമമായ ഇടം പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ മഹർഷി പറയുകയാണ്, ഈ ലോകം മുഴുവൻ അങ്ങയിലാണ് വസിക്കുന്നത്, ഈ ലോകത്തിൽ മുഴുവൻ അങ്ങാണ് വസിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഞാൻ എവിടെയാണ് ഇടം തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ ഭക്തന്മാരുടെ ചിത്തത്തിലാണ് അങ്ങയ്ക്ക് ഇരിക്കാനുള്ള ഇടം. ഇവിടെയും അതുപോലെ ഭക്തിദേവിയോട് പറഞ്ഞ ഭഗവാന്റെ ദാസന്മാരുടെ ചിത്തത്തിൽ അവിടുന്ന് കുടിയിരുന്നാലും അത് ആ ഓരോ ഭക്തനെയും കൂടുതൽ ശുദ്ധമാക്കി തീർക്കും, നിഷ്കളങ്കരാക്കി തീർക്കും. അവരുടെ ഉള്ളിൽ ഒരിക്കലും കളങ്കമേൽക്കുകയില്ല. കാരണം ഈ കലിദോഷങ്ങൾക്കൊന്നും അവരെ ബാധിക്കുക പ്രയാസമാണ്. ഭക്തിദേവിയെ നോക്കുവാൻ പോലും അവർ ധൈര്യം കാണിക്കാത്തിടത്ത് ഈ ദോഷങ്ങൾക്ക് ഭക്തിദേവി കുടിയിരിക്കുന്ന ആ ഭക്തരെ
ആ ഭഗവത്ദാസരെ ഒന്ന് നോക്കുവാൻ പോലും അവരുടെ സമീപത്തേക്ക് പോലും വരികയില്ല. എത്ര സുന്ദരമായ മറുപടിയാണ് സനൽകുമാരാദി മഹർഷിമാർ ആ ഭക്തിദേവിയോട് പറയുന്നതെന്ന് നോക്കുക. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 72-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. തതോപി ദോഷാഃ കലിജാ ഇമേ ത്വാം ദ്രഷ്ടും ന ശക്താഃ പ്രഭവോപി ലോകേ ഏവം തദാജ്ഞാവസരേപി ഭക്തി തദാ നിഷണ്ണാ ഹരിദാസചിത്തേ. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തതോപി അവിടെ ആ ഓകാരം നീട്ടിയെടുക്കുക. അതേപോലെ ശക്താഹ് അവിടെ ദീർഘവും വിസർഗവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പ്രഭവോപി അവിടെ ഓകാരം നീട്ടിയെടുക്കണം. പിന്നെ അടുത്ത തദാജ്ഞാവസരേപി ഭക്തി അവിടെ തദാജ്ഞ അകാരം നീട്ടിയെടുക്കുക. അതുപോലെ തദാജ്ഞാവസരേപി അവസരേ അപിയാണ്, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഭക്തി അവിടെ വിസർഗമുണ്ട്, അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി 73-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.